കിഫ്ബി ഫണ്ട് മികച്ച രീതിയിൽ വിനിയോഗിച്ച ജില്ലകളിലൊന്നാണ് കോട്ടയം ജില്ല. സമഗ്ര മേഖലകളിലും അടിസ്ഥാന വികസന സൗകര്യത്തിൽ വലിയ കുതിപ്പാണ് ഇതേ തുടർന്നുണ്ടായത്. കോട്ടയം മെഡിക്കൽ കോളേജ് വികസനം അടക്കം 57 ബൃഹത് പദ്ധതികളാണ് ജില്ലയിൽ നടപ്പാക്കിയത്. ആരോഗ്യം, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, കായികം എന്നുവേണ്ട എല്ലാ മേഖലയിലും കിഫ്ബി വഴി കോട്ടയം ജില്ലയിൽ വികസനമെത്തിയിട്ടുണ്ട്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ 5000 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് കോട്ടയം ജില്ലയിൽ മാത്രം നടപ്പാക്കിയിട്ടുള്ളത്. മധ്യകേരളത്തിലെ പ്രധാന ജില്ലയായ കോട്ടയത്തിനും വലിയ പരിഗണനയാണ് സർക്കാർ നൽകിയത്. മികച്ച രീതിയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച ജില്ലയെന്ന പേരും അതുകൊണ്ട് തന്നെ കോട്ടയത്തിന് സ്വന്തം. സ്കൂളുകൾ, ആശുപത്രികൾ, പാലങ്ങൾ, റോഡുകൾ എന്നുവേണ്ട സമഗ്ര മേഖലയിലും വികസനത്തിന്റെ കാറ്റ് വീശി. അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം 5000 കോടി രൂപയുടെ വികസനം ജില്ലയിലെത്തി എന്നാണ് പറയുന്നത്. കോട്ടയം ജില്ലയ്ക്ക് കിഫ്ബിയിൽ ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ: ഒന്ന് മെഡിക്കൽ കോളേജ്, ഏതാണ്ട് 1250 കോടി രൂപ; യൂണിവേഴ്സിറ്റി, ഇതുകൂടാതെ 93 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ; കോണത്താറ്റ് പാലം 15.77 കോടി രൂപയുണ്ട്. ആരോഗ്യ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കോട്ടയം ജില്ലയിൽ നൽകിയത്. മധ്യകേരളത്തിൽ സാധാരണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം 1000 കോടി രൂപയിലധികം ചിലവഴിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ഇന്ന് വലിയ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ കെട്ടിട സമുച്ചയവും അത്യാധുനിക സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വൈക്കം താലൂക്ക് ആശുപത്രി, ചങ്ങനാശ്ശേരി താലൂക്ക് ആശുപത്രി, കോട്ടയം ജില്ലാ ആശുപത്രി എന്നിങ്ങനെ മറ്റ് ആതുരാലയങ്ങളും മാറ്റത്തിന്റെ പടവുകൾ കയറുകയാണ്. ഞാൻ പറഞ്ഞ മെഡിക്കൽ കോളേജും മറ്റേ യൂണിവേഴ്സിറ്റിയും കൂടെ എടുക്കുമ്പോൾ തന്നെ 2000 കോടി എത്തിക്കഴിഞ്ഞു. ജില്ലാ ആശുപത്രി എടുക്കുമ്പോൾ അതിനേക്കാൾ വൈക്കം ആശുപത്രിയും കൂടെ എടുക്കുമ്പോൾ 3000 കോടി കഴിഞ്ഞു. അതല്ല, 5-6000 കോടി രൂപയുടെ എല്ലാം കൂടെ കൃത്യമായി കണക്ക് കൂട്ടിയാലുണ്ട്. വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ആമ്പൽ വസന്തം നടക്കുന്ന മലരിക്കലിൽ റോഡടക്കമുള്ള വികസനങ്ങൾ കൊണ്ടുവന്നു. കുമരകത്തെ കോണറ്റ് പാലവും വൈക്കത്തെ മാക്കേക്കടവ് പാലവും വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ്. നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ വിവിധ പ്രോജക്റ്റുകൾ വഴിയുടേതുണ്ട്, പാലത്തിൻ്റെതുണ്ട്. 57 ബൃഹത് പദ്ധതികളാണ് കോട്ടയം ജില്ലയിൽ നടപ്പിലാക്കിയത്. കുറവിലങ്ങാട് 400 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷന് 231.03 കോടിയും വെള്ളൂർ വ്യവസായ പാർക്കിന് 200.6 കോടി, MG സർവകലാശാലയ്ക്ക് 122.59 കോടി, വൈക്കം സിനിമാ തിയേറ്റർ കോംപ്ലക്സിന് 22.07 കോടി, എരുമേലി അന്നദാന കേന്ദ്രത്തിന് 14.45 കോടി എന്നിവ ഇതിൽ ചിലതു മാത്രം. ഏറ്റവും ഒടുവിൽ റെയിൽവേ വികസനത്തിന് 1000 കോടി രൂപ അനുവദിച്ചു എന്നതും ശ്രദ്ധേയം. ചെറുതും വലുതുമായ നിരവധി പദ്ധതികൾ ഇനിയും കോട്ടയം ജില്ലയിലേക്ക് കിഫ്ബിയിലൂടെ വരാനുണ്ട്. എന്തായാലും ഓരോ കോട്ടയംകാർക്കും വികസനം നേരിട്ട് കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് പ്രത്യേകത. അരുൺ നിണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.